നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് റീഡിംഗ് കാണാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ. The Fool, the World, Five of Cups, Five of Pentacles, the Wheel of Fortune, Two of Cups, Two of Swords, Ten of Pentacles, Seven of Pentacles. കെമിസ്ട്രി എന്ന് കാണിക്കുന്നുണ്ട്. ഇൻസെപ്പറബിൾ, സോൾ ടൈ, സബോട്ടേജ്, ഫോർഗീവ്നെസ്, ഡേ ഡ്രീമിംഗ്, neglected, reciprocity, hope. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ അവഗണിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. നെഗ്ലക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളെ അവഗണിച്ച് നിങ്ങൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സിലാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇഷ്യൂസും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ ആ ഒരു രണ്ടുപേരും തമ്മിലുണ്ടായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഈ റിലേഷനിൽ നിന്ന് ഒറ്റയ്ക്ക് വിട്ടു പോയതിൻ്റെ ഒരു നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്തതിൻ്റെ ഒരു വിഷമത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് പരിഗണന തരാതെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാണ് കാണിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതായത് നിങ്ങൾക്ക് തരേണ്ടതായിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ടതായിട്ടുള്ള ടൈം, നിങ്ങൾക്ക് തരേണ്ട ഒരു പരിഗണന ഒന്നും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാതാവുമ്പോഴാണ് നിങ്ങളെപ്പോഴും ഒരു പരാതി പറയുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ റിലേഷനിൽ ഉണ്ടാവുന്നതെന്നാണ് കാണിക്കുന്നത്. പക്ഷേ അതൊന്നും അവർ പരിഗണിക്കാതെ ഒരു നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് അവർ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ അത്രയും ഒരു സ്ട്രെസ്സിലൂടെ പോകുന്നത്. നിങ്ങളെ അവർ നെഗ്ലക്റ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു തീരുമാനത്തിൽ അവർ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ അവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നത് സബോട്ടേജ് എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളിലെ നല്ലതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന
ഒരു സിറ്റുവേഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോഴ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു സ്റ്റെക്കായ പോലെ ഏത് ഡിസിഷൻ എടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അറിയുന്നില്ല. ഈ ഡിസിഷന്, അതായത് ഈ റിലേഷൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ്, ഈ റിലേഷനിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലുള്ള നന്മയൊക്കെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലൊരു നെഗറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു നെഗറ്റീവ് ചിന്തകളോട്ട് നിങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് ഒരു നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ ഇവിടെ ഒരു ഫോർഗീവ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ റിലേഷനിൽ നിങ്ങളോടൊരു മാപ്പ് ചോദിക്കാൻ അല്ലെങ്കിൽ ഫോർഗീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം അവരിപ്പോൾ 5 ഓഫ് കപ്സ് ആണ്, അതായത് എല്ലാം നഷ്ടപ്പെട്ടു, അവർക്കും ആ ഒരു ഫീലിങ്സ് ആണുള്ളത്. നിങ്ങൾക്കിപ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവർക്ക് അവിടെയും ഫീൽ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. കാരണം അവർക്കും ഈ റിലേഷനിൽ അവർക്കെല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സിലാണ് അവർ നിൽക്കുന്നത്. ഇമോഷണലി അവർ ഡൗൺ ആണ്, അവർ ഒറ്റയ്ക്കാണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോഴ് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് തരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ പലപ്പോഴും നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു റിയലൈസേഷൻ അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫോർഗീവ് അല്ലെങ്കിൽ ഒരു ക്ഷമ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ ഒരു നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഫോർഗീവ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് അവരിപ്പോഴുള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഡേ ഡ്രീം ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ദ വേൾഡ് കാർഡാണ്, അതായത് ഒരു മാറ്റം, ഒരു ചേഞ്ചാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഡേ ഡ്രീം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഒരു അലട്ടൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ റിലേഷൻ കംപ്ലീറ്റ്ലി വിടാനോ അവർക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ്. 2 ഓഫ് കപ്സ് എനർജിയാണ്. അതുപോലെ ഇവിടെ കെമിസ്ട്രി എന്ന് കാണിക്കുന്നുണ്ട്, ഇൻസെപ്പറബിൾ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റഡ് ആവാൻ വേണ്ടി പറ്റില്ല. ഒരു ഇൻസെപ്പറബിൾ ആയിട്ടുള്ള റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയും അങ്ങനെയാണ്. കാരണം രണ്ടുപേർക്കും ഇതുവരെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എത്രമാത്രം രണ്ടുപേർക്കും പരസ്പരം ഒരിക്കലും വിട്ടുപോകാൻ സാധിക്കാത്തൊരു റിലേഷനാണ് ഇത് എന്നുള്ളത് രണ്ടുപേരും ഒരുപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ കൂടാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് അവർക്ക് അങ്ങനെ ഒരു തോന്നലുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കെമിസ്ട്രി, നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ബോണ്ടിങ്, അത് അവർക്ക് മറ്റൊരാളോടും ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. ഓക്കെ, അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷനിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു കണക്ഷൻ, ഫീലിങ്സ്, അതൊന്നും നിങ്ങൾക്ക് മറ്റൊരു പേഴ്സണിൽ നിന്ന് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ ഒരിക്കലും ഒരു സെപ്പറേഷനിലോട്ട് പോവില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അഥവാ ഒരു സെപ്പറേഷൻ വന്നാലും അതുപോലെ തന്നെ ആ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നൊരു എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ സോൾ ടൈ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡാണ് കാണിക്കുന്നത്. ഇത് ഒരു കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എൻഡ് ആയിട്ട് അവിടെ നിങ്ങളുടെ റിലേഷൻ ഒന്നുകൂടി സ്ട്രോങ് ആവുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കണക്റ്റഡ്, അവരെ എപ്പോഴും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. അവരുടെ സോൾ എപ്പോഴും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. കാരണം ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്ന ഒരു ചെറിയ കാർമിക് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ആ ഒരു കാർമിക് സിറ്റുവേഷൻ്റെ ബേസിലാണ് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ കൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള സോൾ എന്ന് പറയുന്നത് രണ്ടുപേരും
എപ്പോഴും കണക്റ്റഡ് ആണ്. നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങളുടെ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾസ് കാർഡാണ്. ഇതൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട്, ഈ റിലേഷൻ കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ റിലേഷൻ നിങ്ങളുടെ പേഴ്സൺ കാണുന്നതെന്നുള്ളതാണ്. റെസിപ്രോസിറ്റി എന്ന് കാണിക്കുന്നുണ്ട്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ റിലേഷനിൽ വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അങ്ങനെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനം അവരുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹോപ്പ് എന്നാണ് കാണിക്കുന്നത്. എല്ലാം റെഡി ആവും, അതായത് ഈ റിലേഷൻ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ള ഹോപ്പ്. ദ ഫുൾ കാർഡ്, എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ റിലേഷൻ ഒരു സക്സസ്സിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടാവും. അവർ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിനെ മറികടന്ന് ഈ ഒരു റിലേഷൻ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റീയൂണിയനിലോട്ട് ഈ റിലേഷൻ പോകും എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ അത് പോകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം കേട്ടോ. നോ നീഡ് ടു വറി എന്നാണ്. നിങ്ങൾ തമ്മിലിപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വറി ആവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻ വീണ്ടും റിയൂണിയനിലോട്ട് വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. യെസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻ വീണ്ടും കണക്റ്റഡ് ആവും എന്നുള്ളത് തന്നെയാണ്. ഈ റിലേഷൻ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അബണ്ടൻസ് എന്നാണ്. നിങ്ങളുടെ റിലേഷനിൽ സമൃദ്ധി ഉണ്ടാവും. അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒന്നിക്കുന്ന, സന്തോഷത്തോടെ പോകുന്ന ഒരു റിലേഷനായിട്ട് ഇത് മാറും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ്. ഈ റിലേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഇത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻ പഴയതുപോലെ തന്നെ, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ വീണ്ടും കണക്റ്റഡ് ആവുകയും അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. അതുപോലെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കോഴി കൂവുന്നു എന്നുള്ളത് വലിയ ഇഷ്യൂ ആവുന്നുണ്ട്. അതായത് കോഴി കൂവിക്കോട്ടെ, കാലൻ കോഴി കൂവുന്നു, എന്താ കോഴിയെക്കുറിച്ച് കാലൻ കോഴി എന്നൊക്കെ പറയുന്നുണ്ട്. കോഴിയല്ലല്ലോ കാലൻ, നമ്മളല്ലേ കോഴിയുടെ കാലനാവുന്നത്. അപ്പോൾ കോഴി അവിടെ കൂവിക്കോട്ടെ കേട്ടോ. ഇവിടെ അടുത്ത വീടുകളിലൊക്കെ കോഴിയുണ്ട്. അപ്പോൾ അത് കരയുന്നതാണ്, അല്ലെങ്കിൽ അത് കൂവുന്നതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ആറാണ്. ഒക്ടോബർ 1996, ആയില്യം, തിരുവാതിര, തൃക്കേട്ട, ഭരണി, ലെറ്റർ ഒ, ലെറ്റർ ടി, letter H, letter F, പുണർദം, ഫെബ്രുവരി 1990, ഉത്രട്ടാതി, ലെറ്റർ ബി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.